സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ ഇപ്പൊ സമയം 10 മണി കേട്ടോ. അയ്യോ 10 മണിയായല്ലേ. ഞാൻ രാവിലെ നടക്കാൻ പോയി. ഇന്ന് ഞാൻ 4.5 കിലോമീറ്റർ നടന്നു കേട്ടോ. ഈ തിങ്കളാഴ്ച മുതലാണ് നടക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ദിവസം ഞാൻ ഏന്തി വലിഞ്ഞിട്ട് ഒരുവിധം 2.5 നടന്ന ചേച്ചി കാലം ഉണ്ട് വേദനിച്ചു കേട്ടോ. കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോൾ സ്പീഡ് അങ്ങനെ നടന്നിട്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം 3 കിലോമീറ്റർ നടന്നു. ഇന്നലെ 3.5 നടന്നു. ഇന്നിപ്പോൾ 4. നാളെ ഒരു 5 കിലോമീറ്റർ നടക്കണം. പിന്നെ മറ്റന്നാൾ 6. അങ്ങനെ 2 ദിവസം 6 കിലോമീറ്ററിൽ നടന്നിട്ട് തിങ്കളാഴ്ച നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോകും. ഇത് നല്ല സന്തോഷം കേട്ടോ തിരിച്ച് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ. എനിക്ക് ഈ വർഷം എങ്ങനെയാണ് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകണം എന്ന് ആഗ്രഹം. എന്തായാലും ഇടയിൽ അവധി വരും, കാരണം നാട്ടിൽ പോണ സമയത്തൊക്കെ അവധി വരും. പക്ഷെ എന്നാലും ആ സമയത്ത് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ ഉള്ളപ്പോൾ, ഗോവയിലുള്ളപ്പോൾ 1 വർഷത്തേക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയിട്ട് എൻ്റെ ആരോഗ്യം എനിക്ക് വീണ്ടെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് കഴുത്തുവേദന ഇല്ലാത്ത ഒരു സമയം അത് പറ്റൂട്ടോ. ഇപ്പം എൻ്റെ പോലെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കുറേ സമയം ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടും, അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് ഫിസിക്കൽ മൂവ്മെൻ്റ് ഇല്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഫിസിക്കൽ മൂവ്മെൻ്റ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടിന് വേണ്ടി അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ അങ്ങനത്തെ ഒരു അലച്ചിലുണ്ട്. ചിലർക്ക് ഫുൾ ടൈം ഈ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ കഴുത്തുവേദന ഭയങ്കരമായിട്ട് കൂടുട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ ശരിയാക്കി എടുക്കണം. ജിമ്മിൽ ചേരാൻ പോവാന്നുള്ള ഡിസിഷൻ എടുത്തതിന് എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ വർഷത്തെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യം. ഫസ്റ്റ് എനിക്കൊന്ന് കുളിക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം. ഇന്നലെ കുളിക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സാണ് തല കുളിക്കാറില്ല. പക്ഷെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ 3 തവണ, ഓൾട്ടർനേറ്റ് ഡേയ്സും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വൃത്തിയില്ലായ്മ എന്നല്ല, നമ്മൾ മേലെഴുകുന്നില്ലേ, നമ്മൾ 2 തവണ മേലെഴുകുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും തല കുളിക്കണമെന്നില്ല, എസ്പെഷ്യലി നമ്മുടെ ചറപറാന്നുള്ള മുടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ. പിന്നെ മുടി കളർ ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഞാൻ പറയാം. എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും പറയാം കേട്ടോ. എങ്ങനെയാണ് ഇത്രയധികം കളർ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത പോലെ 2 സ്ട്രീക്ക് എടുത്തിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ. എൻ്റെ മുടി ബ്ലീച്ച് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. അത് കാരണം എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മുടി ഒഴിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മുടി ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് വേണ്ട രീതിയിൽ കെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് സെറ്റാക്കി എടുക്കാനും പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് എണ്ണയൊക്കെ തേച്ച് നമുക്ക് കുളിക്കണം. അപ്പോൾ എണ്ണ തേച്ചിട്ട് ഞാൻ വിചാരിക്കണം എനിക്ക് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കണം ഇഷ്ടം. അമ്മ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള കറി ഞാൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു സൂപ്പ് ഉണ്ടാക്കിയാൽ ഹെൽത്തി സൂപ്പ് ലഞ്ചിൻ്റെ ഒപ്പം കഴിക്കാൻ. ബ്രൊക്കോളി ഉണ്ട് കുറച്ച്, അത് തേങ്ങാപ്പാലൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ അരച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം, തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ഡേ ഇരുന്ന് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഷൂട്ടാണ്. ഒരു ബ്രൈഡൽ ഷൂട്ടായിരുന്നു. ബ്രൈഡൽ ഷൂട്ട് ഒക്കെ തനിയെ ചെയ്യുമ്പോഴേക്കും ശരിക്കും വയ്യാണ്ടാവും കേട്ടോ. കാരണം എല്ലാം നമുക്ക് ഈ ലൈക്ക് സാരി ശരിയാക്കി എടുക്കണം, പിന്നെ ഹെയർ സ്റ്റൈലെല്ലാം തനിയെ ചെയ്യണം. പിന്നെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് പറയുക, നമുക്ക് ഫൈനലി നോക്കുമ്പോണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണി കാണില്ല. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റുന്ന ഒരു സാരിയുടെ ബ്ലൗസ് സ്ലീവ്സിൻ്റെ അവിടെ ഇത്തിരി കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ ആകെ അത് കണ്ണിപ്പെടാണ്ട് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഫൈനൽ ലുക്ക് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടതിന് ശേഷമാണ് മനസ്സിലായി ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പെൺകുട്ടി വേണം കേട്ടോ. ആമ്പിളേറ്റായിട്ട് വെച്ചാൽ അങ്ങനത്തെ ആമ്പിളേരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ഇത് കൊടുക്കണ്ട. അപ്പം അവൻ്റെ കണ്ണി പെട്ടൊന്നുമില്ല. അവൻ വന്നിട്ട് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ ഫോട്ടോ എടുത്തിട്ട് പോയി. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ വന്നത്. ഞാൻ തനിയെ ഫോട്ടോ എടുത്താൽ അത്ര നന്നാവണില്ല. ടൈമർ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്ര വരെയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഫുൾ സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അത്ര നന്നാവണില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇടാമല്ലോ, നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം, തംബ്നെയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി അവൻ വന്നിട്ടുണ്ട്. പക്ഷെ അവനും അങ്ങനെ കണ്ണി പെട്ടില്ല അത്. അപ്പോൾ അങ്ങനെ. പക്ഷെ എന്തായാലും അന്ന് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഏട്ടനാണ് ഇമ്മയെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനന്ന് രാവിലെ പോയതാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ബ്രാൻഡിന് അയച്ചു. അവരത് അപ്രൂവ് ചെയ്തു. എന്നിട്ട് പ്രോഡക്ട്സ് എല്ലാം സെറ്റാക്കി അത് അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇത് എടുക്കുമ്പോഴും, അതായത് എടുത്തു കഴിഞ്ഞിട്ട് മേക്കപ്പ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അവർക്കൊരു ടിപ്പിക്കൽ കേരള ബ്രൈഡൽ ലുക്ക് വേണമായിരുന്നു. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അല്ലാണ്ട് നമ്മുടെ ഒരു ലൈക്ക് എൻ്റെ മനസ്സിൽ ശരിക്കും എനിക്കൊരു ന്യൂഡ് സാരി എന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല രസമായിട്ടുള്ള ഈ പൗഡർ പിങ്ക്
അങ്ങനത്തെ രീതിയിലൊക്കെ ഇടുന്ന സാരീസില്ലേ, ഒരു ന്യൂഡ് ഷെയ്ഡിലൊക്കെ വരുന്ന രീതിയിലുള്ള കാഞ്ചീപുരം പട്ട് സാരി അങ്ങനത്തെ വെച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു റെഡ് തന്നെ വേണം. എന്നുവെച്ചാൽ നമ്മുടെ മലയാളി ഓഡിയൻസിന് വേണ്ടി മാത്രമല്ല, ഒരു ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ ബ്രൈഡൽ ലുക്ക്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ടിപ്പിക്കൽ ബ്രൈഡൽ ലുക്ക് ഉണ്ടല്ലോ, സൗത്ത് ഇന്ത്യൻ കേരള ബ്രൈഡൽ ലുക്ക്. അപ്പോൾ ആ രീതിക്കുള്ള അങ്ങനത്തെ ഒരു രീതിക്കാണ് കേട്ടോ സെറ്റാക്കി എടുത്തത്. ഇച്ചിരി ലൗഡായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു തവണ ഫോട്ടോ എടുത്ത് അയച്ച് അതങ്ങനെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ അന്ന് ഇമ്മക്കുട്ടി ഒരു 2:30 എത്തിയപ്പോൾ പിന്നെ ഏട്ടനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ഇമ്മക്കുട്ടിയും ഏട്ടനും കൂടിയിട്ട് പിന്നെ ഫ്ലാറ്റിലേക്ക് വന്നു. എനിക്ക് ഫ്ലാറ്റിൽ നിന്ന് പിന്നെ പോകാൻ സമയം ഉണ്ടായിരുന്നില്ല, അന്ന് ഞങ്ങൾ അവിടെ തന്നെയാണ് കിടന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇമ്മക്കുട്ടി. എന്താണെന്നറിയോ, എൻ്റെ വലിയൊരു ആമസോണിൽ മേടിച്ച ബോട്ടിൽ ഉണ്ടായിരുന്നില്ല, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നീ ആ വലിയ ബോട്ടിൽ വേണം, എനിക്ക് ഫ്ലാറ്റിലേക്ക് പോകാൻ വരുമ്പോൾ ഒക്കെ ചെയ്യാനായിട്ട് കൈ പിടിക്കാൻ പറ്റും ഒരു ചെറിയ ബോട്ടിൽ വേണം എന്ന് വെച്ചാൽ ഒരു 600 ml. അപ്പോൾ എനിക്കൊരു 4 തവണ 5 തവണ റീഫിൽ ചെയ്ത് കുടിക്കാവുന്ന പാകത്തിൽ അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇമ്മക്കുട്ടി കേട്ടു. എന്നിട്ട് അന്ന് ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് കടയിൽ പോയപ്പോൾ ഇമ്മ ഏട്ടനോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തായാലും ഒരു ബോട്ടിൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമ്മ എന്നെ നോക്കി, ഇത് ഈ കോട്ടൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ ഇതിലിരിക്കും മേക്ക് യുവർ സെൽഫ് സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്, ഇത് എഴുതിയിട്ട് അമ്മയ്ക്ക് മോട്ടിവേഷനൊക്കെ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് നോക്കി ഇങ്ങനത്തെ ബോട്ടിൽ മേടിച്ചു. അപ്പോൾ ഇത് ഞാൻ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇന്ന് രാവിലെ ഇട്ടിട്ട് ഞാൻ ഇത്രയും കുടിച്ചു, അതും പറഞ്ഞിട്ടാണ് പോവായി, മാമ വെള്ളം കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പം അങ്ങനെ അപ്പം ആ വീഡിയോ മിക്കവാറും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മുടിയിൽ എണ്ണ തേക്കാം. എണ്ണ തേച്ചതിന് ശേഷം ബാക്കി കുക്കിംഗ് പരിപാടിയിലേക്കൊക്കെ പോവാം, കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ പോവാം. ഓക്കെ, എണ്ണ ചൂടാക്കാൻ വയ്ക്കട്ടെ. ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ സ്കാൽപ്പിലേക്ക്. ഇത്ര മതി. ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ തന്നെ വീട്ടിലെ തേങ്ങ അമ്മ തന്നെ പൊതിച്ചതാണ് കേട്ടോ, പൊതിച്ച് ആട്ടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലൈറ്റായിട്ട് കഷ്ടി ഒരു 10 സെക്കൻഡ് മതി കേട്ടോ ചൂടാവാനായിട്ട്. ഇളം ചൂട് അങ്ങനെ ആക്കിയിട്ട് തലയിൽ തേക്കാം. ഇതിൽ വെക്കാം. ഓവനിലാവുമ്പോൾ പിന്നെ അധികം ചൂടും ആവില്ല നമുക്കപ്പോഴേക്കും. ഭയങ്കര ലൈറ്റായിട്ട് എല്ലാം ചൂട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇങ്ങനത്തെ ഒരു കോട്ടൺ പാഡ് എടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വകച്ചിൽ എടുക്കുക, ഇങ്ങനെ സ്കാൽപ്പിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ അധികം എടുക്കുകയും ചെയ്യില്ല, എന്നാൽ ആവശ്യത്തിന്, അതായത് മസാജ് ചെയ്യുമ്പോൾ വേണ്ട അത്രയ്ക്ക് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവും താനും. പക്ഷെ മെല്ലെ മസാജ് ചെയ്താൽ മതി. അപ്പോൾ മസാജ് ചെയ്തിട്ട് മുടി ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി വന്നിട്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കാം, നമുക്കൊരു കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ബ്രോക്കലി സൂപ്പിന് ഫസ്റ്റ് തന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബ്രോക്കലി ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ സോർട്ട് ചെയ്യാം കേട്ടോ, ചെറുതായിട്ട് മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നുറുക്കി ഇടുന്നുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ, അല്ലെങ്കിൽ പകുതി ഉരുളക്കിഴങ്ങ് മതി കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വേവിക്കാൻ വയ്ക്കാം. ബ്രോക്കലി സൂപ്പ് ഇഷ്ടം പോലെ തരത്തിൽ ഉണ്ടാക്കുന്നതുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാറില്ല, വേറെ രീതിയിൽ ഉണ്ടാക്കാറ്. പക്ഷേ ഈ സൂപ്പിൽ നമ്മൾ വേറെ ഒന്നും കോൺഫ്ലവർ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഫ്രഷ് ക്രീമോ അതല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ ഒന്നും ആഡ് ചെയ്യാത്ത കാരണം കൊഴുപ്പിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഇട്ട് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു റെസിപ്പിയിൽ. പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളി അരിയണതാണ് ഇത് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ അവിടെ സൈഡിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കാണാറുണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. ആരെങ്കിലും ഇൻ്റർവ്യൂസ് കാണും, പോഡ്കാസ്റ്റ്, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. എപ്പോഴും ഇങ്ങനെ മോട്ടിവേഷൻ അങ്ങനെയൊന്നുമല്ല, പക്ഷേ ചിലപ്പോഴൊക്കെ പാകിസ്ഥാനി സീരീസ് കാണും, അതല്ലാണ്ട് കൊറിയൻ സീരീസ് കാണും, അങ്ങനെയൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. പിന്നെ പിസ്ത ടോപ്പിംഗ് ഇല്ലേ, അങ്ങനെ വരുന്ന ഒരു സാധനമില്ലേ, ഈ ഒറിഗാനോ പോലത്തെ തന്നെ കുറച്ച് ഹേർബ്സൊക്കെ കൂടിയിട്ടുള്ളത്, അതിട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഇത് എന്താ കറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ.
അപ്പോൾ പിന്നെ മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാം കൂടിയിട്ട് എന്തോ ഒരു കറിയാക്കാൻ പോകും, എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. അപ്പോൾ അപ്പോഴേക്കും ഉരുളക്കിഴങ്ങും ഇതും ബ്രോക്കലിയൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ സൂപ്പിന് വേണ്ടിയിട്ട്. ഇതൊന്നാവട്ടെ, ഒന്ന് മഷ്റൂമും ക്യാപ്സിക്കും ഒന്ന് വെന്ത് വരട്ടെ. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടി ഒരു 2 മിനിറ്റ്സ് ഒന്ന് വേവിച്ചതിന് ശേഷം ഞാൻ കോൺഫ്ലവർ കലക്കി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നേരത്തേക്കുള്ളതാണ്, നമുക്ക് അമ്മയ്ക്കും എനിക്കും ഇമ്മക്കുട്ടിക്കും 4 പേർക്കുള്ളത്. ഇതിപ്പോൾ ഒരു നേരത്തേക്ക് അത്രയും പറ്റുള്ളൂ. ഇത് എടുത്ത് വെച്ച് കഴിക്കാറൊന്നും അങ്ങനെ ടേസ്റ്റ് ഇല്ല. നമുക്ക് വീട്ടിലൊന്നും ഇല്ലാത്ത സമയത്തുണ്ടല്ലോ, തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ സമയത്ത് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. തേങ്ങാപ്പാലൊന്നും എടുക്കാൻ മടിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ തന്നെ മസാല ഒരുപാടൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. കോൺഫ്ലവർ ആകുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോക്കലി സൂപ്പിനുള്ളത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് തണുത്തതിന് ശേഷം അരച്ചാൽ മതി, അതല്ലെങ്കിൽ എല്ലാം കൂടി തെറിച്ച് പോവും. അതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ, ഒട്ടും വേസ്റ്റേജ് ഇല്ലാത്ത പോലെ. അത്രയേ ഉള്ളൂ, ഒന്ന് ചൂടാക്കിയാൽ മതി. അത് അത്രയും കഴിഞ്ഞ് കഴിഞ്ഞു. വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ സൂപ്പിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ, അത്രയും വേണ്ടു കേട്ടോ. അപ്പോൾ ഇതാ ഇത് തേങ്ങാപ്പാൽ, ഇന്നലെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ കട്ടിയുള്ള ഭാഗം എടുത്തിട്ട് അടുപ്പത്തൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ കോൺഫ്ലവർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഈ മാസ്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, അത് നമ്മൾ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇത് നമ്മൾ കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മേല് പുരട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് ഗ്ലിസറിനും അതേപോലെ തന്നെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിലും കാലിലൊക്കെ പുരട്ടും കേട്ടോ. കുറച്ചധികം പുരട്ടുന്നുണ്ടെങ്കിൽ കുളിക്കണേക്കാളിന് ഒരു മണിക്കൂർ മുമ്പൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കുളിക്കും. അതും വളരെ മൈൽഡായിട്ടുള്ള ഷവർ ജെൽ എന്തെങ്കിലുമാണ് കേട്ടോ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫേസിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് മൂക്കിൻ്റെ അവിടെ കണ്ണട വെച്ചിട്ടുള്ളൊരു പാടുണ്ട്, അത് ഞാനിങ്ങനെ ഒരു അലോവേറ ജെല്ലും അതും ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുഴപ്പമില്ല, അത് കുറഞ്ഞ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് മേല് തേച്ചാൽ ഭയങ്കര നല്ലതാണ്. നമുക്ക് ആ ഒരു ചിപ്പി ഫീൽ സഹിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാവുന്നതാണ്, രാത്രി കിടക്കുമ്പോൾ പുരട്ടാവുന്നതാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ട്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയണമെന്നുണ്ടാവും ഇത് ഏതാ ലിപ് ബാം, നല്ല കളറുണ്ടല്ലോ എന്നുള്ളത്. ഇത് റിനിയുടെ ലിപ് ബാമാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി അസ്വി മലയാളത്തിൽ ചെയ്തിട്ടുണ്ടാവും. 3 ഷെയ്ഡ്സ് ഉണ്ട്. ഒന്നൊരു ന്യൂഡ് ഷെയ്ഡ്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിന് കളർ കുറച്ച് കൂടുതലാണ്, പക്ഷെ അത് ഫ്ലാറ്റിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇട്ടൂന്നേ ഉള്ളൂ. പുള്ളി ഞാൻ ടീഷർട്ട് വെച്ചിട്ട് അതാ ഇങ്ങനെ ഒതുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഞാൻ എന്തെങ്കിലും കേൾ ചെയ്യണ ഒരു സാധനം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോഴേക്കും എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് കഴിക്കാനുള്ള സമയമായപ്പോഴേക്കും ദേവി 1 മണിയായി, 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇടയിൽ ഞാൻ എഡിറ്റ് ചെയ്തു കേട്ടോ ഒരു വീഡിയോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇടയിൽ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, നമ്മൾ കുറച്ച് കുക്ക് ചെയ്തു, കുളിച്ചു. ഇനി 3 ദിവസത്തേക്ക് സോർട്ടഡാണ്. പറ്റുകയാണെങ്കിൽ മുടി ഒന്നെങ്കിൽ കേൾ ചെയ്യണമെന്നുണ്ട്. എനിക്കിങ്ങനെ എൻ്റെ മുടി എനിക്ക് ശരിക്കും കളർ ചെയ്തതിന് ശേഷം കേളിലായിട്ട് കിടക്കണമെന്നാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ പോലെയാണ് ഉണ്ടാവുക. നല്ല രീതിയിൽ ഇപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഉണങ്ങി വരുമ്പോൾ കേൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും ആകെ ഇങ്ങനെ ചപ്ര തളിച്ച് പോലെയാവും അങ്ങനെ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വിചാരിക്കാൻ ഏട്ടൻ വന്നിട്ട് കഴിക്കാം, അതൊരു സമയമുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിടാം. ഏട്ടൻ വന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാം. ഇതാണ് കേട്ടോ സൂപ്പ്, ഹെൽത്തി സൂപ്പ്. പിന്നെ ചോറ്, പിന്നെ ഇത് മീൻകറി കേട്ടോ, മത്തിയാണ്, അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് രാത്രിക്കുള്ള കറി. ഏട്ടാ വന്നല്ലോ. മെഴുക്കുവരട്ടി. ഹായ് ഡൂഡ്. ഇതേതായിട്ട് ഈ സിനിമയുടെ പേര്? സൗദി വിളക്ക്. നല്ല സിനിമയാണ്. സോണി ലൈവ് അല്ല ഏട്ടാ, സോണി ലൈവിലാണ്. ഇത് എന്തായാലും കണ്ടു നോക്കൂട്ടോ, നല്ല അടിപൊളി സിനിമ, എനിക്ക് നല്ലോണം ഇഷ്ടം. പിന്നെ ഇത് അമ്മ കാളൻ ഉണ്ടാക്കിയതാണ് ഇന്ന്. ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് ഡൈനിങ് ടേബിളിന് അവിടേക്ക് കൊണ്ടുപോവാം. പിന്നെ ഒരു സാധനം കൂടി, സാലഡ്. ഇതിപ്പോൾ കുക്കുംബർ മാത്രമേ ഉള്ളൂ കേട്ടോ, ക്യാരറ്റും തക്കാളിയും ഒക്കെ തീർന്നു പോയി. അപ്പോൾ ഇന്നത്തെ സാലഡ് ഇത്. അപ്പോൾ ഇനി
മുടിയിലത്തെ ഞാൻ ടീഷർട്ടാണ് കേട്ടോ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്കുണ്ടല്ലോ ഒരു ആമസോണിൽ നിന്ന് കിട്ടുന്ന ഈ കേൾ ചെയ്യുന്ന ഒരു സംഗതിയില്ലേ, അതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അതിനെക്കാട്ടിന് മുന്നേ ലൈറ്റായിട്ട് നമുക്ക് സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കേളിങ് സംഗതി ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഓരോരോ ഇതിനകത്ത് കുഞ്ഞി സെക്ഷൻ ഹെയർ എടുത്തിട്ട് ഈ വളഞ്ഞിരിക്കുന്ന സാധനത്തിനകത്തേക്ക് ഇടണം, ഓരോരോ കളറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലത് മാത്രം വലുതും ചിലത് ചെറുതുമാണ്. അപ്പോൾ ഈ വലുതെടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള വലുതെടുത്താൽ പോലും എൻ്റെ മുടിയിൽ ഫുള്ളായിട്ട്, ഇപ്പോൾ എനിക്കൊരു ഹിപ്പ് ലെങ്ത്തിനുള്ള മുടി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മുടി കംപ്ലീറ്റ്ലി നമുക്ക് കേളാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുമ്പിൽ മാത്രം കേളാവുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നനവുള്ള മുടിയിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്, എന്നാലേ അത് കുറച്ചെങ്കിലും കേളായിട്ട് വരുള്ളൂ. ഫുള്ളി ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു ലൈക്ക് നമ്മൾ സാറ്റിൻ ഒരു ക്യാപ്പ് പോലെയുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്, അതായത് മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇമ്മക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. പക്ഷേ തലയിൽ ഇത് കെട്ടി വെച്ച കാരണം മിക്കവാറും അമ്മ പോകാൻ അമ്മ കൊണ്ടുവന്നിട്ട് എൻ്റെ തലയിൽ ഇത് അഴിക്കണ്ടാവെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയിന്ന് അമ്മ തന്നെ കൊണ്ടുവന്നു. എക്സാം അടിപൊളിയായിരുന്നില്ലേ? GK ആയിരുന്നു നമുക്കൊരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. അങ്ങനെ അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. കുട്ടി എന്താ കഴിക്കണേ? ചോറും പപ്പടും തൈരും ഉപ്പേരി. ഉപ്പേരി പയറുപ്പേരി അവിടെ ഫേവറേറ്റ് അല്ലേ? കുഴപ്പമില്ല അല്ലേ? കൈൻഡ് ഓഫ്. നാളെ കുഞ്ഞുവിൻ്റെ മുടിയിൽ ചെയ്യാം കേട്ടോ. മുടി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും തീരെ ഉണങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഉണങ്ങുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കുന്നു തോന്നുന്നുണ്ട്. ഈ പാസേജ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ തന്നെ കേളി ഹെയർ നല്ല ഇഷ്ടമാണ്. നാളെ കുഞ്ഞുൻ്റെ ചെയ്യാം. ഓക്കെ, നാളെ എനിക്ക് എന്തായാലും ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്ക് ഏതായാലും പഠിക്കണ്ട. ശനി ഞായറും ലീവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പരീക്ഷ ഇല്ലല്ലോ. അപ്പോൾ ശനി ഞായറും പഠിച്ചാൽ മതി. വെള്ളിയാഴ്ച പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും നാളെ ഫുൾ ഡേ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ മാരത്തോൺ പഠിത്തമാണ്. 2 ചാപ്റ്ററും ഗ്രാമറും ഉണ്ട്. അപ്പം അതിരുന്ന് പഠിക്കണം. ഇമ്മക്കുട്ടിയുടെ ചിലപ്പോൾ ആർട്ട് ക്ലാസ് ഉണ്ടാവുമെന്ന്, അപ്പം അതിന് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ബിസിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. നമുക്കിനിയിപ്പോൾ നാളെ കാണാം.